സിദ്ധു കിടക്കുന്ന ബെഡിലേക്ക് മുട്ടുകുത്തിയിരുന്നു കൊണ്ട് വേണി സിദ്ധുവിനെ വിളിക്കാൻ തുടങ്ങി. എടാ എഴുന്നേൽക്ക്, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. എവിടെ കേൾക്കാൻ? വേണിയുടെ തൊണ്ട പൊട്ടുന്നതല്ലാതെ അവനൊരു കുലുക്കവും ഉണ്ടായിരുന്നില്ല. അത്രയ്ക്ക് ഉറക്കമായിരുന്നു സിദ്ധു. ചേച്ചി എഴുന്നേൽക്ക്, നമുക്ക് റൂമിലേക്ക് പോവാൻ ചേച്ചി. അതെന്താ, ഇത് നമ്മുടെ റൂമല്ലേ? ഇത് ഏട്ടന്റെ റൂമല്ലേ? അതിനിപ്പം എന്താ കുഴപ്പം? നീ പൊക്കോ, ഞാൻ ഇന്ന് എന്റെ ബ്രദറിന്റെ കൂടെ കിടക്കുക. എന്തിനാ? ഏട്ടനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കാനല്ലേ ഉറങ്ങാതെ? അല്ലെങ്കിലും നിനക്കിഷ്ടം ഇവനോടല്ലേ, എന്നോടല്ലല്ലോ. ചേച്ചി എന്തൊക്കെയാ ഈ പറയുന്നത്? വാ എഴുന്നേൽക്ക്. ഇല്ല മോളെ, ഇന്ന് ഞാൻ എന്റെ ചേട്ടന്റെ കൂടെ കിടക്കുക. ശ്രീക്ക് വേണിയുടെ സ്വഭാവം നല്ലതുപോലെ അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് അവളെ റൂമിലേക്ക് കൊണ്ടുപോകാൻ ശ്രീ ഇങ്ങനെ നിർബന്ധിക്കുന്നത് തന്നെ. ഈ കിളി പറന്നിരിക്കുന്ന ദിവസങ്ങളിലെല്ലാം ശ്രീയോടൊപ്പമാണ് വേണിയെ എന്നും കിടക്കാറുള്ളത്. സിദ്ധുവിന്റെ കൂടെ വേണി കിടന്നു കഴിഞ്ഞാൽ വേണി അവനെ ചവിട്ടി ഒരു പരുവമാക്കുമെന്ന് നല്ലതുപോലെ തന്നെ ശ്രീക്ക് അറിയാമായിരുന്നു. ശ്രീക്ക് പലവട്ടവും ഇത് കിട്ടിയിട്ടുള്ളതുമാണ്. അതുകൊണ്ടാണ് സിദ്ധുവിനെ വേണിക്കൊപ്പം കിടക്കണ്ട എന്ന് പറഞ്ഞതും. എന്റെ പൊന്നു ചേച്ചിയല്ലേ, നമുക്കിപ്പോ റൂമിലേക്ക് പോകാം. നാളെ ചേട്ടനോടൊപ്പം നമുക്ക് ഒരുമിച്ച് കിടക്കാം. ഇപ്പോ റൂമിലേക്ക് വാ. ഇല്ല ശ്രീ, ഇവനോട് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. അതെന്താ, എന്നോട് പറയില്ലേ? നിന്നോട് പറയുന്നതിൽ കുറ്റമൊന്നുമില്ല, പക്ഷേ ഇത് അവനോട് ചോദിക്കണം. ഞാൻ ഇന്ന് ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന്. അത് നമുക്ക് നാളെ ചോദിക്കാമല്ലോ. പോരാ, എനിക്കിപ്പോ അവനോട് സംസാരിക്കണം. ഡാ എഴുന്നേൽക്കടാ, ഡാ ഡാ എഴുന്നേൽക്കടാ ചേട്ടാ. വേണി സിദ്ധുവിന്റെ കവിളിൽ തട്ടി വിളിച്ചു. അവൾ അവന്റെ മുഖത്തേക്ക് ശ്രദ്ധിച്ചപ്പോൾ കവിൾ നല്ലതുപോലെ ചുമന്ന് കിടക്കുന്നത് വേണി ശ്രദ്ധിച്ചു. ഇവന്റെ കവിളിന് ഇത് എന്തു പറ്റി? ചേച്ചി എങ്ങനെ പിടിച്ചുകൊണ്ടായിരിക്കാം. അതിന് ഞാൻ പയ്യല്ലേ തൊട്ടത്. വേണി കുറച്ചുകൂടി അവന്റെ അരികിലേക്ക് നീങ്ങിയിരുന്നതും സിദ്ധാർത്ഥ് വേണിയുടെ ദേഹത്തേക്ക് വൊമറ്റ് ചെയ്തിരുന്നു. വേണിയുടെ ദയനീയമായ നോട്ടം കണ്ട് സ്ത്രീക്ക് ഒരേപോലെ വിഷമവും ചിരിയും വന്നു. പയ്യെ എഴുന്നേൽക്ക് അവിടെ നിന്ന്. ശ്രീ വേണിയെ പോയി പിടിച്ചെഴുന്നേൽപ്പിച്ചു. അവരുടെ റൂമിലേക്ക് കൊണ്ടുപോയി. വേണിക്ക് സ്വന്തമായി നിൽക്കാൻ പോലും കഴിയുന്നില്ല. ശ്രീ തന്നെയാണ് അവളെ ഫ്രഷ് ആക്കാൻ ഹെൽപ്പ് ചെയ്തതും തിരിച്ച് ബെഡിലേക്ക് കൊണ്ടുവന്ന് കിടത്തിയതും. സോറി മോളെ. വേണി എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ട്, എന്നാൽ നാവ് അതിന് സമ്മതിക്കുന്നില്ല താനും. ചേച്ചി ഇപ്പോ കിടന്നോ, നമുക്ക് രാവിലെ സംസാരിക്കാം എന്തായാലും. അവൾ തിരിച്ച് സിദ്ധാർത്ഥിന്റെ റൂമിലേക്ക് വന്നു. അവൻ ഛർദിച്ച് ബെഡ്ഷീറ്റ് മാറ്റി അവൾ തിരിച്ച് റൂമിലേക്ക് തന്നെ പോയി കിടന്നു. തന്റെ പ്രണയം തുറന്നു പറയാമെന്ന് തന്നെ ദേവ് തീരുമാനിച്ചു. ശ്രീ ക്യാമ്പിലേക്ക് വന്നതും അവൾ എന്താണ് പറയാൻ വരുന്നതെന്ന് പോലും കേൾക്കാതെ ദേവ് അവളോട് പറഞ്ഞു. എടോ, നമുക്കൊരു സൈറ്റ് വരെ പോകേണ്ടതുണ്ട്, അത്യാവശ്യമാണ്. സർ, കുറച്ച് പെൻഡിങ് വർക്കുണ്ട്, അത് കംപ്ലീറ്റ് ചെയ്തിട്ട്. അവളെ ബാക്കി പറയാൻ സമ്മതിക്കാതെ അവൻ ഇടയ്ക്ക് കയറി. അതൊക്കെ നമുക്ക് വന്നിട്ട് ചെയ്യാം. ഇത് വളരെ അർജന്റാണ്, അവിടെ ചെല്ലേണ്ട ആവശ്യമുണ്ട്, അതുകൊണ്ടാണ്. ദേവ നോക്കിക്കൊണ്ടിരുന്ന ഫയൽ പെട്ടെന്ന് തന്നെ മടക്കി വെച്ചു. അവനോടൊപ്പം വരാൻ അവളോട് പറഞ്ഞു. പിന്നീട് ശ്രീയെ ഒന്നും മിണ്ടാൻ പോകാതെ അവനോടൊപ്പം പോയി. അവനോടൊപ്പം കാറിൽ കയറിയപ്പോൾ മുതൽ അവൾ പുറത്തേക്ക് തന്നെയാണ് നോക്കിയിരിക്കുന്നത്. താനെന്താ ഇതുവഴി ആദ്യമായിട്ടാണോ? അല്ല സർ. അതെന്താ സാർ അങ്ങനെ ചോദിച്ചത്? അല്ല, താൻ ഇതിനു മുമ്പ് ഇവിടെ ഒന്നും കണ്ടിട്ടില്ലാത്ത രീതിയിൽ പുറത്തേക്ക് തന്നെ നോക്കിയിരിക്കുന്നത് കൊണ്ട് ചോദിച്ചു പോയതാ. വേറെ ഒന്നും സംസാരിക്കാനില്ലല്ലോ, അതുകൊണ്ടാണ് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിരുന്നത്. എന്തൊക്കെ കാര്യങ്ങളുണ്ട് പറയാൻ? എന്നാ പിന്നെ സാർ പറ, കേൾക്കട്ടെ. അത് വേണ്ട, താൻ പറ. സാറിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? എനിക്കൊരു ബ്രദറുണ്ട്, ഒരു സിസ്റ്ററുണ്ട്, പിന്നെ അച്ഛനമ്മ. അവരൊക്കെ എന്തു ചെയ്യുന്നു? അനിയൻ ഒരു റെസ്റ്റോറന്റ് നോക്കി നടത്തുന്നു, പെങ്ങളൂട്ടി ഡിഗ്രി. അല്ല, തന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? പെട്ടെന്നാണ് ശ്രീ പുറത്തേക്ക് ശ്രദ്ധിച്ചത്. നമ്മൾ എത്താറായോ സാർ? ഇനി കുറച്ചുകൂടി ഉണ്ട്. ദേവിയുടെ കണ്ണുകൾ ഒരു ഫ്ലവർ വേഴ്സ് ഷോപ്പിലേക്ക് പോയി. പെട്ടെന്ന് തന്നെ വണ്ടി ഒരു സൈഡിലേക്ക് ഒതുക്കി. എന്തിനാ സാർ ഇവിടെ നിർത്തിയത്? ഒരു 5 മിനിറ്റ്, ഞാനിപ്പോൾ വരാം. ദേവ ആ ഷോപ്പിലേക്ക് പോയി. തിരിച്ചു വരുമ്പോൾ കയ്യിൽ ഒരു റെഡ് റോസ് ബൊക്കയും ഉണ്ടായിരുന്നു. അവൾ കാണാതിരിക്കാൻ വേണ്ടി അത് പുറകിലേക്ക് വെച്ചുകൊണ്ട് തന്നെയാണ് അവൻ വന്നത്. പെട്ടെന്ന് തന്നെ കാറിന്റെ ഡിക്കി തുറന്ന് അതിലേക്ക് വെക്കുകയും ചെയ്തു. തിരിച്ച് ഡോർ തുറന്ന് കാറിലേക്ക് കയറി. ഇനി പോവാം. ആ സാർ. യാത്രയ്ക്കൊടയിൽ അവന്റെ കാർ ചെന്ന് നിന്നത് ബീച്ച് സൈഡിലായിരുന്നു. അവൾ സംശയരൂപേണ അവനെ ഒന്ന് നോക്കി. താൻ എന്താ ചോദിക്കാൻ വരുന്നതെന്നൊക്കെ എനിക്കറിയാം. അതിനുള്ള ഉത്തരമാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിനു മുമ്പ് താൻ കാറിൽ നിന്നിറങ്ങി. പിന്നെ അവൾ ഒന്നും പറയാൻ പോകാതെ അവനോടൊപ്പം തന്നെ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അവൻ ഡിക്കി തുറന്ന് ബൊക്കെയെടുത്ത് അവളുടെ നേരെ നീട്ടി. ഇതെന്താ സാർ?
ബൊക്കെ. അത് മനസ്സിലായി. ഇതെന്തിനായി എനിക്ക്? ഒരുപാട് വളച്ചുകെട്ടി ചോദിക്കാനൊന്നും എനിക്കറിയില്ല ശ്രീ. എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടമാണ്. കല്യാണം കഴിക്കാൻ ആഗ്രഹവുമുണ്ട്. വിൽ യു മാരി മീ? അവൻ ബൊക്കെ അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് ചോദിച്ചു. അത് പിന്നെ എനിക്കറിയാം തനിക്കെന്നെ ഇഷ്ടമാണെന്ന്. പിന്നെ ഞാനൊരു ഫോർമാലിറ്റിക്ക് വേണ്ടി ചോദിച്ചെന്നേ ഉള്ളൂ. സാർ പറഞ്ഞത് ശരിയാണ്. എനിക്ക് സാറിനെ ആദ്യം കണ്ടതിന്റെ അന്നേ ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇത് സാർ ഇത്ര പെട്ടെന്ന് പറയുമെന്ന് ഞാൻ സ്വപ്നത്തിൽ കൂടി പ്രതീക്ഷിച്ചില്ല. അപ്പോൾ തനിക്കെന്നെ ഇഷ്ടമാണോ? അതേലോ. ഞാൻ കരുതി തന്റെ പുറകെ ഒരുപാട് നടക്കേണ്ടി വരുമെന്നാണ്. സാറിനെ കണ്ടാൽ ഏത് പെൺകുട്ടിയും ഇഷ്ടമാണെന്നല്ലേ പറയൂ, ഇഷ്ടമല്ലെന്ന് പറയില്ലല്ലോ. അവൻ അവൾക്ക് നേരെ ബൊക്കെ നീട്ടിയതും അവൾ അത് സ്വീകരിച്ചു. പെട്ടെന്ന് തന്നെ അവൻ അവളെ കെട്ടിപ്പിടിച്ചു. ഐ ലവ് യു ശ്രീ. ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ശ്രീ. നീ ഇത്ര പെട്ടെന്ന് എന്റെ ഇഷ്ടം സ്വീകരിക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ദേവ, വിടടാ എന്നെ. എവിടുന്ന് കിട്ടിയ ഒരു ശക്തിയിൽ ഹരി ദേവയെ തന്റെ മേലിൽ നിന്നും പിടിച്ചു തള്ളിയിട്ടു. എന്ത് വൃത്തികേടാണ് നീ കാണിക്കുന്നത്? ഉറക്കച്ചെടവോടെ ഹരി ബെഡിലേക്ക് എഴുന്നേറ്റിരുന്നു കൊണ്ട് ദേവിയോട് ചോദിച്ചു. ദേവ തന്റെ കണ്ണു തിരുമി ഹരിയെ നോക്കിയതും അവനെ കൊല്ലാനുള്ള ദേഷ്യം ദേവ ഹരിയുടെ കണ്ണുകളിൽ കണ്ടു. ആ നിമിഷം, നീ എന്താടാ എന്നെ ഇങ്ങനെ നോക്കുന്നത്? നീ അന്ന് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ വെറും തമാശയായിട്ടാണ് ഇതിനെ എടുത്തത്. എന്ത്? നിനക്ക് കല്യാണപ്രായമായിരിക്കുന്നു ദേവ. എടാ, അത് പിന്നെ ഞാനൊരു സ്വപ്നം കണ്ടു. അവളാണെന്ന് വിചാരിച്ചാണ് നിന്നെ. എന്നെ ഒന്നുമില്ല. ഇങ്ങനെ പോയാൽ നിന്റെ കൂടെയുള്ള കിടപ്പ് ഞാൻ നിർത്തേണ്ടി വരും ഉടനെ തന്നെ. എടാ, ഇത് ആദ്യമായിട്ടല്ലേ, നീ അങ്ങ് ക്ഷമിക്ക്. അല്ല, നീ എന്താ സ്വപ്നത്തിൽ കണ്ടത്? എനിക്ക് ശ്രീയോട് തോന്നിയ ഇഷ്ടം ശ്രീക്ക് എന്നോടും ഉണ്ടടാ. ആ, ഈ രാവിലെ കാണുന്ന സ്വപ്നങ്ങളൊക്കെ ഫലിക്കുമെന്നാണ് പറയുന്നത്. ആര്? അതൊന്നും എനിക്കറിയില്ല ദേവ. പണ്ടുള്ളവരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അത് ഞാൻ നിന്നോട് പറഞ്ഞു. ഞാൻ ആദ്യം വിചാരിച്ചത് ശരിക്കും ഞാൻ അവളെ പ്രപ്പോസ് ചെയ്തു എന്നാണ്. എടാ, അവൾക്ക് ആദ്യമേ നിന്നെ ഇഷ്ടമാണോ എന്നൊന്നും അറിയണ്ടേ? അവളുടെ കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുന്നതാണോ, അതോ ഇനി അവൾക്ക് വേറെ ഏതെങ്കിലും അഫയർ ഉണ്ടോ എന്നൊന്നും നമുക്കറിയില്ലല്ലോ. ഇന്ന് ഓഫീസിൽ ചെല്ലുമ്പോൾ അതൊക്കെ ചോദിച്ചറിയാം. ആ പെൺകുട്ടി അവിടെ വന്നതിനു ശേഷം നീ ജോലിയിൽ ഉഴപ്പാൻ തുടങ്ങിയിട്ടുണ്ട്. പോടാ, അങ്ങനെയൊന്നുമില്ല. അച്ഛൻ പറഞ്ഞത് ഞാൻ ശ്രദ്ധിച്ചതാണ്. അച്ഛൻ അങ്ങനെ പറഞ്ഞു. അങ്ങനെ പറയുന്നത് പോലെ എനിക്ക് തോന്നി. നിനക്ക് തോന്നിയതല്ലേ ഉള്ളൂ? അതെ, തോന്നുകയേ ഉള്ളൂ. അല്ലാതെ അച്ഛൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ. അയ്യോ, ഞാൻ ചുമ്മാ തമാശ പറഞ്ഞതാ. നീ ഇങ്ങനെ ദേഷ്യം നോക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിന്. ഹരി പിന്നെ ഒന്നും മിണ്ടാതെ ഫോണും എടുത്ത് പുറത്തേക്ക് പോയി. എത്രയും പെട്ടെന്ന് തന്നെ എന്റെ ഇഷ്ടം ഞാൻ തന്നെ അറിയിച്ചിരിക്കും. അറിയിച്ചാൽ ഏട്ടന് കൊള്ളാം. ആ, നീയോ? അല്ലാതെ ഏട്ടത്തേക്ക് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റത്തില്ലല്ലോ. നിനക്ക് കോളേജിൽ പോകണ്ടേ? അത് എനിക്ക് കോളേജിൽ പോകണമല്ലോ. പെങ്ങൾക്ക് വേറെ എന്തെങ്കിലും അറിയാനുണ്ടോ? ഇല്ല. എന്നാ പിന്നെ എന്നെ രാവിലെ ചൊറിയാൻ നിൽക്കാതെ മര്യാദയ്ക്ക് അവിടെ പഠിച്ചോ നീ. അല്ലെങ്കിൽ അറിയാലോ എന്റെ സ്വഭാവം നിനക്ക് നല്ലതുപോലെ. അറിയാൻ നന്നായി തന്നെ. എന്നാ ഞാൻ പോവുക. വെറുതെ എന്തിനാ രാവിലെ തല്ലുകൊള്ളുന്നത്? പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വേദി പറഞ്ഞു. നീ എന്താ പറഞ്ഞതെന്നൊക്കെ ഞാൻ കേട്ടു. ഓ, ആയിക്കോട്ടെ. ശ്രീ രാവിലെ ഓഫീസിലേക്ക് പോകാൻ റെഡിയായി താഴേക്ക് വന്നപ്പോഴാണ് തന്നെ കാത്തെന്ന പോലെ സിദ്ധു സോഫയിലിരിക്കുന്നത് കണ്ടത്. അവൾ അവനെ കണ്ടിട്ടും മൈൻഡാക്കാതെ മുന്നോട്ടേക്ക് നടന്നു. മോളെ, അവൻ പിന്നിൽ നിന്ന് വിളിച്ചിട്ടും ശ്രീ അത് കേട്ടില്ലെന്ന് നടിച്ച് മുന്നോട്ടേക്ക് നടന്നു. സിദ്ധു അവളുടെ പിന്നാലെ പോയി ശ്രീയുടെ മുമ്പിൽ കയറി നിന്നു. എനിക്കെന്താ പറയാനുള്ളതൊന്നും കേട്ടിട്ട് നീ പോ. എനിക്കൊന്നും കേൾക്കണ്ട മോളെ, പ്ലീസ്. ഏട്ടൻ എന്താണ് പറയാൻ പോകുന്നതെന്ന് എനിക്കറിയാം. എനിക്ക് പറയാനുള്ളത് കേൾക്കാതെ നീ തന്നെ ഓരോന്ന് മനസ്സിൽ വിചാരിച്ചു വെച്ചാൽ എങ്ങനെയാണ് അത് ശരിയാകുന്നത്? ഏട്ടാ, ചേച്ചിയുടെ സ്വഭാവം എന്താണെന്ന് നമുക്ക് രണ്ടുപേർക്കും നല്ലതുപോലെ അറിയാം. ഏട്ടനും ചേച്ചിയെ പോലെ ആകാനാണോ? പിന്നീട് അവനോടൊന്നും സംസാരിക്കാൻ നിൽക്കാതെ അവൾ പോകാൻ തുടങ്ങിയതും അവൻ അവളുടെ വലതേ കയ്യിൽ കയറി പിടിച്ചു. എന്താ ഉണ്ടായതെന്ന് നിനക്കറിയണ്ടേ? അവൻ പറയാൻ തുടങ്ങിയതും ബാലൻ അങ്ങോട്ടേക്ക് വന്നു. മോനെ, നീ ഇന്ന് ഓഫീസിലേക്ക് വരുന്നില്ലേ? ഇല്ലച്ചാ, ഞാൻ ഇന്ന് ലീവാ. ഇന്നലെ നീ എന്താ ലേറ്റായിട്ടാണല്ലോ വന്നത്? അത് പിന്നെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതാ. ഇന്നലത്തെ മീറ്റിംഗ് പോലെ ഇന്നും ആ മീറ്റിംഗിന് കേറുമോ നീ? അച്ഛാ, അത് പിന്നെ. അവൻ വാക്കുകൾക്ക് വേണ്ടി പരതി. അയാളുടെ സംസാരത്തിൽ നിന്ന് തന്നെ സിദ്ധുവിന് മനസ്സിലായി അച്ഛൻ എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന്. നീ കിടന്ന് ഉരുണ്ട് കളിക്കുകയൊന്നും വേണ്ട. വല്ലപ്പോഴുമാണെങ്കിൽ അച്ഛന് കുഴപ്പമില്ല. സ്ഥിരമായി കഴിഞ്ഞാലാണ് മോനെ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. നിനക്ക് ഞാനൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലെന്നോ നല്ലതുപോലെ എനിക്കറിയാം.
ഇനി അങ്ങനെയൊന്നും സംഭവിക്കില്ല അച്ഛ. നീ കഴിക്കരുതെന്നൊന്നും ഞാൻ പറയില്ല. കാരണം മദ്യപിക്കാത്തവരായിട്ട് ആരും തന്നെ ഇല്ല. ശരീരം നശിപ്പിക്കുന്ന രീതിയിൽ മദ്യപിക്കരുത്, അത്രേ അച്ഛന് പറയാനുള്ളൂ. പിന്നെ വേണിയുടെ കാര്യം, അവൾ ഒരിക്കൽ പോലും ഞാൻ പറയുന്നത് അനുസരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവളുടെ ഇഷ്ടങ്ങൾക്ക് ഇവിടെ ആരും എതിര് നിന്നിട്ടുമില്ല. ഏട്ടനും അനിയത്തിയും കൂടി സമയം കിട്ടുമ്പോൾ അവൾക്കൊന്ന് പറഞ്ഞു കൊടുക്കണം അവൾ ഒരു പെൺകുട്ടിയാണെന്ന്, അത് മറക്കരുതെന്ന്. ബാലൻ പറയാനുള്ളതെല്ലാം അവരോട് പറഞ്ഞു കഴിഞ്ഞിട്ട് പോകാൻ നേരത്തെ ശ്രീയോട് ചോദിച്ചു, മോള് വരുന്നുണ്ടോ? ഇല്ലച്ച, അച്ഛൻ പൊക്കോ, ഞാൻ അവളെ കൊണ്ടുവന്ന് വിട്ടോളാം. ശ്രീ മറുത്തൊരു വാക്കും പറഞ്ഞില്ല. ബാലൻ പോയി കഴിഞ്ഞതും ശ്രീ സിദ്ധുവിനോടായി പറഞ്ഞു, ഇനി പറഞ്ഞോ ഏട്ടാ, എന്താ കാര്യം? നീ എന്താ എന്നോടൊന്നും മിണ്ടാതെ പോയത്? അതിന്റെ കാരണം എന്താണെന്ന് ഏട്ടൻ അറിയില്ലേ? അത് പറയാൻ വേണ്ടി തന്നെയാ ഞാൻ വന്നത്. എങ്കിൽ പറയട്ടാ, ഇന്നലെ എന്തിനാ ബോധം പോകുന്ന രീതിയിൽ മദ്യപിച്ചത്? സിദ്ധു നടന്ന കാര്യങ്ങളെല്ലാം തന്നെ ശ്രീയോട് തുറന്നു പറഞ്ഞു. ഏതവളാടാ നിന്റെ ദേഹത്ത് കൈവച്ചത്? അവൻ പറയാൻ തുടങ്ങിയപ്പോൾ തന്നെ വേണിയും അവിടെ വന്നിരുന്നു. സിദ്ധുവും ശ്രീയും തിരിഞ്ഞു നോക്കിയപ്പോൾ കല്ലുതുള്ളി നിൽക്കുന്ന വേണിയാണ് അവർ കാണുന്നത്. എനിക്കറിയില്ല, ഞാൻ അവളെ ആദ്യമായിട്ടൊന്നുമല്ല കാണുന്നത്. അവളുടെ മുഖം എനിക്ക് ഓർമ്മയുണ്ട്, പക്ഷേ എവിടെ വെച്ച് കണ്ടതെന്നാണ് ഒരു പിടിയുമില്ലാത്തത്. കണ്ട പെണ്ണുങ്ങളുടെ കയ്യിൽ നിന്ന് തല്ലും മേടിച്ചിട്ട് വന്ന് നിൽക്കുന്ന കണ്ടില്ലേ അവൻ. പിന്നെ ഞാനെന്ത് വേണമായിരുന്നു വേണി? തിരിച്ചു കൊടുക്കണമായിരുന്നു ഒന്ന്. പറയാൻ എളുപ്പമാണ് വേണിയല്ല. നിന്റെ സ്ഥാനത്ത് ഇപ്പോൾ ഞാനെങ്ങാനും ആയിരിക്കണമായിരുന്നു. അത് ഞങ്ങൾക്ക് പറയാതെ തന്നെ അറിയാം ചേച്ചി. നീ എന്താ ശ്രീ, എന്നെ ആക്കുകയാണോ? അവളൊരു സത്യം പറഞ്ഞതല്ലേ വേണി? നീ പറഞ്ഞത് കാര്യമാണ്. എന്റെ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിൽ നീ പറയും പോലെ തന്നെ ചെയ്തേനെ. പക്ഷേ ഇപ്പോൾ ഞാനായി പോയില്ലേ ഇവിടെ. വേണിയേച്ചി, ഇനിയിപ്പോ ചത്ത കുഞ്ഞിന്റെ ജാതകം നോക്കിയിട്ട് എന്ത് കിട്ടാനാ? നിനക്ക് അങ്ങനെയൊക്കെ പറയാം, പക്ഷേ എന്റെ ആങ്ങളുടെ ദേഹത്താണ് അവൾ കൈവച്ചത്. അതിന് തിരിച്ചടി ഞാൻ കൊടുത്തിരിക്കും, അതിനി ഏത് കൊമ്പത്താളായാലും. ഏട്ടനില്ലാത്ത പ്രശ്നം എന്തിനാ ചേച്ചിക്കിപ്പോൾ? നിന്റെ കൂടി ചേട്ടനല്ലേ ഇവൻ, എന്നിട്ട് നീ എന്തിനാ ആ പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇനിയൊരു പ്രശ്നം വേണ്ടെന്ന് കരുതി പറഞ്ഞതാണ് ചേച്ചി. ആ പെൺകുട്ടി ചെയ്തത് തെറ്റ് തന്നെയാണ്. അവളെ സപ്പോർട്ട് ചെയ്യുക സംസാരിച്ചതൊന്നുമല്ല ഞാൻ. ഇവന് കിട്ടിയ പോലെ റെഡി അവൾക്കും കിട്ടണം. അവൾക്കുള്ളത് ദൈവം കൊടുക്കും ചേച്ചി. ഒരു കാരണവുമില്ലാതല്ലേ അവൾ ഏട്ടനെ അടിച്ചത്. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു സാഹചര്യം ഏട്ടനും വരും ചേച്ചി. മതി രണ്ടും കൂടി ഇനി ഊതി പെരുപ്പിക്കാൻ നിൽക്കണ്ട. എനിക്കറിയാം നീയും ശ്രീയും ഇത് ഇവിടെ കളയുമായിരിക്കും, പക്ഷേ ഞാൻ ഇവിടെ കളയില്ല. എടാ, ഇനി നിന്റെ കണ്ണിൽ അവളെ കണ്ടാൽ എന്ത് ചെയ്യണം? നീ എന്നോട് പറയണം. പറഞ്ഞിട്ട് നിനക്ക് കൊടുക്കാൻ പറ്റാത്തത് എനിക്ക് കൊടുക്കണം അവൾക്ക്. ഞാൻ എന്തുകൊണ്ടാണ് അവളെ തല്ലാതെ വിട്ടതെന്ന് ശ്രീക്ക് മനസ്സിലായി കാണും, പക്ഷേ നിനക്ക് മനസ്സിലാകില്ല. എനിക്ക് മനസ്സിലാകില്ല സിദ്ധു. ഒരു ഉറുമ്പ് നിന്നെ കടിച്ചു എന്ന് പറഞ്ഞാൽ പോലും എനിക്ക് സഹിക്കാൻ കഴിയില്ല. ഈ രണ്ടുപേരിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു ചെറിയ പനി വന്നാൽ പോലും സഹിക്കില്ല വേണിക്ക്. മൂന്നാമതൊരാൾ അവരെ എന്തെങ്കിലും പറയുകയോ ചെയ്യുകയോ ചെയ്താൽ അടിയന്തരം വരെ അവൾ നടത്തും. അതിനി സ്വന്തം അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും. ഇതാണ് വേണി, ഇങ്ങനെയാണ് വേണി. ചേച്ചി എന്തുകൊണ്ടാണ് ഏട്ടൻ എന്തിനാ ആ കുട്ടിയെ തല്ലാതിരുന്നതെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കാത്തത്? എനിക്കറിയാൻ ശ്രീമോളെ. മതി രണ്ടാളും കൂടി ഒരുപാട് സംസാരിച്ച് ഓവറാക്കണ്ട. വേണി, നീ അവളെ മാത്രം കുറ്റപ്പെടുത്തരുത്. എന്റെ ഭാഗത്തുമുണ്ട് തെറ്റ്. എന്ത് തെറ്റാടാ? ഇനി നീ വല്ല... ഞാനും അവളോട് കുറച്ച് റോങ് ആയിട്ട് സംസാരിച്ചു. ഇനി ഈ പ്രശ്നം പറഞ്ഞൊരു തർക്കം വേണ്ട, കേട്ടല്ലോ? ശരി ഏട്ടാ. നിന്നോട് കൂടിയാണ് വേണി ഞാൻ പറഞ്ഞത്. ഓ ശരി, നിങ്ങളോട് പറഞ്ഞാൽ എന്നെ പറഞ്ഞാൽ മതി. നിന്നോടിപ്പോൾ ആരെങ്കിലും പറഞ്ഞോ ഞങ്ങളോട് പറയാൻ? അല്ലേ, ഞാൻ ശ്രീയോടാണ് പറഞ്ഞത്. എന്റെ പുറകിൽ ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്നു എന്ന് ഞാൻ അറിയുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ കേട്ടതാണ് കുഴപ്പം. എടാ മതി, നിർത്ത്. ഇനി നമ്മൾ സംസാരിച്ചാൽ അടിയിലാകും. എനിക്ക് നിന്നോട് പിണങ്ങിയിരിക്കാനും പറ്റില്ല. നിനക്കതുപോലെ തന്നെയല്ലേ? അതൊക്കെയാണ്. എന്നാലും നിന്നെ ആരാടാ അടിച്ചത്? സിദ്ധു വേണിയെ കൂർപ്പിച്ചൊന്ന് നോക്കി. ഇല്ല, ഞാൻ വിട്ടു. നിനക്ക് അവാർഡ് കിട്ടിയതല്ലേ, അപ്പോൾ പിന്നെ നമുക്കൊരു ഔട്ടിങ്ങിനൊക്കെ പോയാലോ? 3 പേരുടെയും കാര്യമാണ് ഞാൻ പറഞ്ഞത്. അയ്യോ ഏട്ടാ, എനിക്ക് പറ്റില്ല. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല മോളെ. നീ എന്തായാലും ലീവ് എടുത്തേ മതിയാകൂ. വേണി അവളെ കൊണ്ട് നിർബന്ധിച്ച് ലീവ് എടുപ്പിച്ചു. പിന്നെ പെട്ടെന്ന് തന്നെ അവർ 3 ആള് റെഡിയായി ബീച്ചിലേക്ക് പോയി. വേണി, എനിക്ക് നിന്നോട് കുറിച്ച് സംസാരിക്കണം. എന്താ സിദ്ധു? അവർ ഐസ്ക്രീം കഴിച്ചുകൊണ്ട് സംസാരിക്കാൻ തുടങ്ങി. എന്താ നിന്റെ പ്രശ്നം? എന്താ പ്രശ്നം? മതി, നിർത്തിക്കോ നിന്റെ അഭിനയം. നീ എന്താണ് സിദ്ധു പറഞ്ഞു വരുന്നത്?
ചേച്ചിക്ക് മനസ്സിലായില്ലേ ഏട്ടൻ എന്താണ് പറഞ്ഞതെന്ന്? വേണിക്ക് മനസ്സിലായിരുന്നു അവരെന്താണ് പറയാൻ പോകുന്നതെന്ന്. നീ വാ, നമുക്ക് അങ്ങോട്ടേക്ക് ഇരിക്കാം. സിദ്ധു അവരെയും കൂട്ടി ഒരു പാറക്കെട്ടിലേക്ക് പോയിരുന്നു. എന്താ സിദ്ധു, എന്താ നിനക്ക് എന്നോട് പറയാനുള്ളത്? ഇനി നിന്നെ ഞാൻ മദ്യപിച്ച് കാണാനിടയാകരുത്, അത്രയല്ലേ ഉള്ളൂ. ഇനി ഒരിക്കലും ഞാൻ ബിയർ കുപ്പി എന്റെ കൈ കൊണ്ട് പോലും തൊടില്ല, പോരെ? അത് മതി. ഇതിന് പിന്നിൽ എന്തെങ്കിലും ഗൂഢാലോചനയുണ്ടോ ചേച്ചി? നീ എന്താ അങ്ങനെ പറഞ്ഞത്? പലപ്പോഴും ഞാൻ പറഞ്ഞിട്ട് കേൾക്കാത്ത ചേച്ചി എങ്ങനെ പെട്ടെന്ന് ചേട്ടൻ പറഞ്ഞത് കേട്ടത്? അതിന് പിന്നിൽ ചെറിയൊരു കാര്യമുണ്ട്. എന്ത് കാര്യമാടി? എടാ, ഞാൻ എന്റെ ഭാവി വരനെ കണ്ടുപിടിച്ചു. നീ എന്താണെന്ന് വെച്ചാൽ തെളിച്ചു പറ വേണി. വേണി ഇന്നലെ നടന്ന എല്ലാ കാര്യങ്ങളും വള്ളി പുള്ളി വിടാതെ ശ്രീയോട് സിദ്ധുവിനോടും പറഞ്ഞു. അവനെ പ്രപ്പോസ് ചെയ്തതടക്കം എല്ലാം കേട്ടുകഴിഞ്ഞ് ശ്രീയുടെ ആകെ ഉണ്ടായിരുന്ന കിളികളെല്ലാം തന്നെ കൂടുവിട്ട് പറഞ്ഞിരുന്നു. ഇതേപോലെ തന്നെയാണ് സിദ്ധുവിന്റെ അവസ്ഥ. നിനക്കിതിന് മാത്രം ധൈര്യം എവിടുന്ന് കിട്ടി എന്റെ വേണി? അതൊന്നും എനിക്കറിയില്ല, പറയാൻ തോന്നി ഞാനങ്ങ് പറഞ്ഞു. എടി, എനിക്കിപ്പോൾ ശരിക്കും നല്ല സംശയമുണ്ട്. ഇനി എന്താ നിന്റെ അടുത്ത സംശയം? ശരിക്കും നിന്നെ ദത്തെടുത്തതാണോ എന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല സംശയമുണ്ടെടി. എടാ കഴുതേ, പിന്നെ ഒരു പെൺകുട്ടിയും ചെയ്യാത്ത കാര്യങ്ങളൊക്കെ അല്ലേ നീ ചെയ്യുന്നത്? അതെന്താ എനിക്ക് ധൈര്യം വന്നത് എന്റെ കുഴപ്പമാണോ? ഇരുന്ന് ബോറടിച്ച് ചേച്ചി, ഇനി നമുക്ക് കുറച്ചു നേരം നടക്കാം. അങ്ങനെ അവർ 3 പേരും മുന്നോട്ടേക്ക് നടന്നു. ദേവ ഓഫീസിൽ വന്നിട്ടും അവന്റെ മനസ്സ് അവിടെയെങ്ങുമല്ലായിരുന്നു. അതിന്റെ കാരണം ഇനി പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ശ്രീ ലീവായതുകൊണ്ട് പുള്ളി മൂഡൌട്ടാണ്. ഹലോ നിരാശാകാമുക. ഒരു ഞെട്ടലോടെ ദേവ തന്റെ കണ്ണുകൾ തുറന്നു നോക്കിയപ്പോ ദാ നിൽക്കുന്നു ഫ്രണ്ടിൽ 2 പേര്. നിങ്ങളെന്താ ഇവിടെ? ഇവൾക്ക് ഇന്ന് നേരത്തെ ക്ലാസ് കഴിഞ്ഞുകൊണ്ട് റെസ്റ്റോറന്റിലേക്ക് പോകണമെന്ന് പറഞ്ഞു. പിന്നെ ഇങ്ങോട്ടേക്ക് വന്ന് നിന്നെയും പെണ്ണിനെ ഒന്ന് കാണാമെന്ന് കരുതി. എന്തേ ഏട്ടാ എന്റെ ഭാവിയിലെ ഏട്ടത്തി? അവനൊരു വല്ലാത്ത നോട്ടത്തോടെ 2 പേരെയും മാറി മാറി നോക്കി. നീ എന്താടാ ഇങ്ങനെ നോക്കുന്നത്? അവൾ ഇന്ന് ലീവാണ്. വെറുതെ അല്ല, എന്തോ പോയ അണ്ണാന്റെ കണക്കിരിക്കുന്നത്. നീ എന്നെ ചൊറിയാനാണോ ഹരി ഇങ്ങോട്ടേക്ക് വന്നത്? ഓഫീസിൽ വന്നിട്ട് കുറച്ച് ദിവസമാകുന്നില്ലേടാ, അതുകൊണ്ട് വന്നതാണ്. ഏട്ടന്റെ ഈ മൂഡ് ഓഫ് മാറ്റാൻ ഞങ്ങൾ എന്തു വേണം? 2 പേരും കുറച്ചു നേരത്തേക്ക് എനിക്ക് കുറച്ച് മനസമാധാനം മാത്രം തന്നാ മതി. സോറി മോനെ, അത് മാത്രം നടക്കില്ല. ഏട്ടനെ ഇവിടെ നിന്ന് പൊക്കിക്കൊണ്ടു പോകാനാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്. നിങ്ങൾ പിന്നെ ശ്രീയെ കാണാൻ വേണ്ടിയല്ലേ വന്നത്? അപ്പോൾ മെയിൻ വിഷയം അതല്ല. പിന്നെ ഏട്ടൻ എന്തോ ഒരു വെറൈറ്റി ഐറ്റം പരീക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകാമെന്ന് കരുതിയത്. എടാ നിങ്ങൾ പൊക്കോ, വൈകിട്ട് വീട്ടിൽ വരുമ്പോ ടേസ്റ്റ് ചെയ്യാം. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഏട്ട എഴുന്നേറ്റേ വാ. എനിക്കിവിടെ 100 കൂട്ടം വർക്ക് പെൻഡിങ് കിടക്കുവാണ് വേദി. ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഇരുന്ന് ഉറങ്ങുകയല്ലായിരുന്നോ? ഇനി കൂടുതലൊന്നും പറയണ്ട, എഴുന്നേൽക്ക്, എഴുന്നേറ്റേ പറ്റൂ. വേദി ദേവയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. നിവൃത്തിയില്ലാത്തത് കൊണ്ട് മാനേജരോട് പറഞ്ഞ് അവർക്കൊപ്പം ദേവ പോയി. എത്ര നേരമായി നമ്മൾ റെസ്റ്റോറന്റിൽ വന്നിട്ട്? ഇത്ര നേരമായിട്ടും അയാളെ കണ്ടില്ലല്ലോ. വേണിയുടെ നിർബന്ധപ്രകാരമാണ് ഹരിയുടെ റെസ്റ്റോറന്റിലേക്ക് അവർ വന്നത്. ഫുഡ് ഓർഡർ ചെയ്ത് കഴിച്ച് സമയം ഒരുപാടായിട്ടും ഹരിയെ അവിടെ എങ്ങും തന്നെ വേണി കണ്ടിരുന്നില്ല. അവിടെയുള്ള ഒരു സ്റ്റാഫിനോട് ചോദിച്ചപ്പോൾ 15 മിനിറ്റിനകം വരുമെന്നാണ് അയാൾ പറഞ്ഞത്. അരമണിക്കൂറിനകത്ത് വെച്ച് തന്നെ ഹരിയും വേദയും റെസ്റ്റോറന്റിൽ എത്തിയിരുന്നു. തുടരും. ഈ ഒരു സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക്, കമന്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.